ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ തന്നെ ഉണ്ടാക്കുന്ന ഇടിയപ്പമാണ്. ഇടിയപ്പം എല്ലാവർക്കും ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മെനക്കേടുള്ള പണിയാണ്, എന്നാലും കുഴയാണ് എനിക്ക് ഏറ്റവും വലിയ പാട്. ഇങ്ങനെ കറക്കുന്നത് സിമ്പിളാണ്. ഈ അച്ഛൻ വലിയ കുഴപ്പമില്ലാത്ത കേട്ടോ, നല്ല രീതിയിൽ തന്നെ സ്മൂത്തായിട്ട് പോരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇടിയപ്പമാണ് രാവിലെ ഉണ്ടാക്കിയത്. എനിക്ക് ഇങ്ങനെ കറക്കണം ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചേട്ടായി ഇടയ്ക്കിടയ്ക്ക് വന്ന് ചെയ്തൊക്കെ. അക്കുടോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പലഹാരം ഇതാട്ടോ, ഇടിയപ്പം. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഇത് തന്നെ കൊടുക്കുകയാണെങ്കിൽ അത് തന്നെ ആൾ തിന്നോളും. ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും അതെ, ഏറ്റവും അപ്പത്തിനേലും അപ്പത്തിനേലും ഇഡലിയിലും ദോശയിലൊക്കെ എനിക്കിഷ്ടം ഇത് തന്നെയാണ്. ഇടിയപ്പം തന്നെയാണ് എനിക്കിഷ്ടം. പക്ഷെ നമുക്ക് ഉണ്ടാക്കാൻ വലിയ പാടില്ല, കുഴയാണ് പാട്. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഈസിയാണ്. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ. ചൂടോടുകൂടി തന്നെയാണ് ഞാൻ വാഴയിലയിൽ നിന്ന് എടുത്തിട്ടത്. നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇടിയപ്പവും മുട്ടക്കുറുമയാണ് ഉണ്ടാക്കിയത്. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. ഉണ്ടാക്കിയ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇടിയപ്പം ഉണ്ടാക്കണം. ഇടിയപ്പം മിക്സ് ചെയ്യാനൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം അതൊന്നും ഞാൻ എടുത്തില്ല. ഇനി പിന്നെ ഉണ്ടാക്കണേ എടുത്തോളൂ. പിന്നെ മുട്ടക്കുറുമയൊക്കെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ആദ്യം ഞാൻ കറിയാട്ടോ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇടിയപ്പത്തിലേക്ക് കടന്നത്. കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇടിയപ്പം കയ്യിൽ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ ആയിട്ട് കഴിക്കും കേട്ടോ രാവിലെ തന്നെ. ചേട്ടായി ഓട്ടം പോയതുകൊണ്ട് ഞാനും അക്കുടവും കൂടെ തന്നെയാണ് കഴിച്ചത്. അക്കുടോയ്ക്ക് ഞാൻ നേരത്തെ കൊടുത്തു. ഇതിപ്പോൾ ഞാൻ കഴിക്കുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ഉച്ചക്കത്തേട്ടുള്ള പരിപാടി നോക്കി കേട്ടോ. സാമ്പാറാണ് ഉണ്ടാക്കിയത്. സാമ്പാറിന് കഷ്ണങ്ങളൊന്നും അധികം ഇല്ല. ഇനി ഒരു തട്ടിക്കൂട്ടി സാമ്പാറായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കിയത്. സാമ്പാറിനുള്ള കഷ്ണങ്ങൾ അരിഞ്ഞ് വെച്ചിരിക്കുന്നു. പിന്നെ പരിപ്പ് വെള്ളത്തിയിട്ട് വെച്ചേക്കുന്നു. പിന്നെ നമ്മുടെ ക്യാബേജിലല്ലോ കോവയ്ക്കത്തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാമ്പാർ വിസിലൊക്കെ അടിച്ച് എയർ പോകാനായിട്ട് വെച്ചേക്കുവാണ്. ഞാൻ കടുക് വറുത്തു. സാമ്പാർ ഉണ്ടാക്കണമെന്നൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണല്ലോ. ഞാൻ പൊടിയൊക്കെ ചേർത്ത് വെച്ചേക്കും കേട്ടോ സാമ്പാറിനത്. കടുകും കൂടെ വറുത്തിട്ടു. ഇത് നമ്മൾ കോവയ്ക്ക ചെയ്യുവാണ്. കോവയ്ക്ക ആട്ടിക്കൊണ്ടിരിക്കുകയാണ്. തോരൻ അതും ഏകദേശം ശരിയായി കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കാനായിട്ട് എടുക്കുവാണ്. ചോറ് നമ്മുടെ തട്ടിക്കൂട്ട് സാമ്പാർ ചോറിൻ്റെ പുറത്തോട്ട് ഞാൻ കോരി ഒഴിച്ചു. എല്ലാ കഷ്ണങ്ങളും ഇല്ലാത്ത കാരണം വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ കുഴപ്പമില്ലായിരുന്നു, അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. ക്യാരറ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ക്യാരറ്റ്. പിന്നെ കോവയ്ക്കത്തോരൻ അതെല്ലാം കൂടെ ഇട്ട്, പിന്നെ ഞാൻ അതിനിടയ്ക്ക് പപ്പടം വറുത്തായിരുന്നു. മുളകിട്ട് പപ്പടവും കൂടെ വറുത്തു കേട്ടോ. അതിനിടയ്ക്ക് മുളകിട്ട് വറുക്കണതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. ഇടയ്ക്ക് ഞാൻ അങ്ങനെ വറുക്കും, ഇടയ്ക്ക് നമ്മൾ സാധാ പോലെ വറുക്കും കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടെ അപ്പോൾ തന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞായിരുന്നു നേരത്തെ തന്നെ. കുളിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ചോറുണ്ണാനായിട്ട് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പം ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ ചേട്ടായി വന്നു. അപ്പോൾ നമുക്ക് ചായ കുടിക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ വെള്ളം വെച്ചിട്ട് തേയിലയിട്ട് ഇഞ്ചി ചതച്ചിട്ട് അങ്ങനെ കേട്ടോ. ഇടയ്ക്ക് അങ്ങനെ വെക്കും, അല്ലാണ്ട് സാധാ പോലെ വെക്കും കേട്ടോ. രണ്ട് രീതിയിലും ഞാൻ വെക്കാറുണ്ട്. നമ്മൾ തേയിലപ്പൊടിയൊക്കെ ഇട്ടു. പിന്നെ ഞാൻ ഒരു പീസ് ഇഞ്ചി നമ്മുടെ ഇടികല്ലിലിട്ട് ഇടിച്ച് ചതച്ചിട്ട് അതൊരു ചെറിയ പീസ് കേട്ടോ. അതും അതിനകത്തിട്ട് നല്ലപോലെ വെട്ടി തിളപ്പിച്ച് അതിൻ്റെ ഫ്ലേവർ ഫുള്ള് ഇറങ്ങണം അതിനകത്തോട്ട്. എന്നിട്ടാണ് ഞാൻ പാല് പൊട്ടിച്ച് വയ്ക്കണം കേട്ടോ. എന്നിട്ട് അതും തിളച്ച് കഴിയാൻ നേരത്ത് പോരെങ്കിൽ തേയില പിന്നെയും ഇട്ട് കൊടുക്കണം. എനിക്കത് മതിയായിരുന്നു. നല്ലപോലെ വെട്ടി തിളപ്പിച്ച് ഇതിനിടയ്ക്ക് നമുക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാര നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കണം നമ്മൾ. അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ച് 2-3 പ്രാവശ്യം തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഞാൻ ഒറ്റത്തവണ ഇതിൽ കാണിച്ചിട്ടുള്ളൂ, പക്ഷേ ഞാൻ 2-3 പ്രാവശ്യം പാല് വേവിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചായ നല്ലപോലെ ആറ്റണമല്ല, രണ്ടും കൂടെ മിക്സ് ചെയ്യണം. ഉയരം കൂടുന്നതും ചായക്ക് സ്വാദ് കൂടുമെന്നാണല്ലോ പറയണേ, കണ്ടന്തേ പറ്റി അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് 2-3 പ്രാവശ്യം അങ്ങ് ആറ്റിയിട്ട് നമുക്ക് ചായക്ക് അക്കുടുവാവയുടെ ചെറിയ ചെറിയ പലഹാരങ്ങൾ ഇന്നുള്ളൂ കേട്ടോ. അതൊക്കെയാണ് നമ്മൾ സ്ഥിരം കഴിക്കുന്നത്, അക്കുടുവാവയുടെ പലഹാരങ്ങൾ. അതും കൂട്ടി നമ്മൾ ചായ കുടിച്ചു. ചേട്ടായി വന്നിട്ടുണ്ട്. അക്കുടുവാവയെ ഞാനും ചേട്ടായും കൂടെയാണ് കുടിക്കുന്നത്. അതിനിടയ്ക്ക് അക്കുടുവ ഹായൊക്കെ തരുന്നുണ്ട്. പിന്നെ വൈകുന്നേരത്തെ ഫുഡും ഇതൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ഒരു സ്പെഷ്യലായിട്ടെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് മുട്ട പൊരിച്ചു. അതാണ് സ്പെഷ്യലായിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നും ഇല്ലായിരുന്നു. നമ്മളിന്ന് മീനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നമുക്കിതായിരുന്നു
അക്കുടാവിടെ ചോറ് പൂരം തുള്ളിയിട്ടേക്കോ മൊത്തം. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് ഉഴുന്നരയ്ക്കാനുണ്ട് കേട്ടോ, നാളത്തെ ചായക്കുള്ളത് ഉഴുന്നരയ്ക്കാനുണ്ട്. അപ്പോൾ അത് ഞാൻ അരച്ചുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം അരച്ച് നമ്മൾ പാത്രത്തിലേക്ക് ആക്കി അത് മൂടി മാറ്റി വെച്ച് ഇനി അത് കഴിഞ്ഞ് നമ്മൾ കിടക്കാനായിട്ട് പോവുകയാണ്. കിടക്കാനായിട്ട് അക്കുടോവനെയും കാണിക്കാൻ പറഞ്ഞ് കാണിച്ചാലും വലിയ കാര്യമായിട്ടൊന്നും സംസാരിക്കില്ല. പുള്ളിക്കാരത്തിൻ്റെ വായി തോന്നുന്നതൊക്കെ ഏതാണ്ടൊക്കെ വിളിച്ച് പറയും. ഏതാണ്ടൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ കിടക്കാനായിട്ട് പോവുകയാണ്. പക്ഷെ ഇപ്പോഴൊന്നും കിടക്കില്ല ഗൈസ്. നമ്മളിപ്പം അവൾ ഉറങ്ങാൻ തന്നെ നല്ല ടൈം എടുക്കും. കാരണം എൻ്റെ കാല് കുറച്ച് നാൾ മുമ്പ് ഒന്ന് പൊള്ളിയായിരുന്നു കേട്ടോ. ഇപ്പോൾ ഉണങ്ങി ഇപ്പം അതിനുള്ള മരുന്ന് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ചേട്ടായി. ആ ഒരു പാട് പോകാനുള്ളൊരു മരുന്ന് ഇട്ടുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ അതിട്ട് തന്നുകൊണ്ടിരിക്കുകയാണ് ചേട്ടായി. ബൈ ബൈ ടാറ്റ.